അപ്പോൾ ഈ ഒരു കടച്ചക്ക വെച്ചിട്ടേ ഒരു അടിപൊളി ഐറ്റം ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഐറ്റത്തിനെ പല നാട്ടിലും പല പേരാണെന്നുള്ളത് നമുക്ക് കമൻറ്റിൽ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ എന്തായാലും ഈ ഒരു ഐറ്റം വെച്ചിട്ട് ഇന്നൊരു അടിപൊളി സ്നാക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കടച്ചക്കയുടെ തോലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനെ വീണ്ടും ഇതുപോലെ തിന്നായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ദാ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു പാത്രത്തിലായിട്ട് ഞാനിതപ്പോൾ ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ഒരു കടച്ചക്ക കുറച്ച് ടൈം ഒന്ന് മുക്കി വെക്കാം. ഒരു 10-15 മിനിറ്റിൻ്റെ അടുത്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൽ ആ ഒരു കറയൊക്കെ ഒന്ന് പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കടലപ്പൊടി, ഒരു 1/4 കപ്പിനടുത്ത് അരിപ്പൊടി, ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും, ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിതിലേക്ക് ഒരു മാവ് റെഡിയാക്കി എടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ നമ്മുടെ ഓരോ കടച്ചക്കയുടെ പീസും നമ്മുടെ മാവിൽ മുക്കിയെടുത്തതിന് ശേഷം തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഒരു സൈഡ് നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ എല്ലാതും സെയിം രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ അവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കടച്ചക്കയ്ക്ക് അധികം വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചായക്കൊക്കെ നല്ല ചൂടുള്ള ബജ്ജി ഇതുപോലെ സോസിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതൊരു സീസണൽ ഐറ്റം ആയതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ തീരുന്നതിന് മുന്നേ കടച്ചക്ക കിട്ടുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇഷ്ടമാവും.